നമുക്ക് കോട്ടയത്തേക്കൊന്ന് പോകാം. അവിടെ ഭയങ്കര മത്സരം, ഭയത്തെ അങ്കുരിപ്പിക്കുന്ന മത്സരം അല്ലെങ്കിൽ പോലും കടുത്ത മത്സരം അവിടെ നടക്കുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. അതുപോലെ അവിടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം നമ്മുടെ ഒരു സുപ്രഭാതം. അതെ, എല്ലാവർക്കും വിജയാശംസകളും. അതെ അതെ, എല്ലാവർക്കും പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി, വിജയേട്ട. എന്തായാലും വലിയൊരു ആവശ്യം തന്നെ കോട്ടയത്തുണ്ട് എന്ന് പറയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. അതിന്റെ ഫലം എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാവിലെ തന്നെ പോളിംഗ് ഏജന്റുമാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ആ മത്സരഫലം എന്താകുമെന്ന് അറിയാൻ വേണ്ടി. നമുക്കറിയാവുന്ന പോലെ UDFന്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആ ഒരു അട്ടിമറി ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BDJS എത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ 3 ഘടകകക്ഷികൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താൻ സാധിക്കും. ആദ്യ റൗണ്ടുകൾ എണ്ണുന്നത് പിറവം, അതുപോലെ തന്നെ കടുത്തുരുത്തി, വൈക്കം, പാല തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. പിറവത്തെ തിരുവാങ്കുളത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പുതുപ്പള്ളി, അയർക്കുന്നം അടക്കമുള്ള UDFന്റെ കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണലാണ് ആദ്യം നടക്കുന്നത്, ആദ്യത്തെ ടേബിളുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന് വലിയ പ്രതീക്ഷയുണ്ട്. വോട്ടിംഗ് ശതമാനം അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു വിജയം, ഒരു ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഒരു 50,000-അടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ് നമുക്കൊപ്പം ശരിയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്കൊപ്പം ശരിയല്ല, എല്ലാവർക്കും ഒപ്പം എല്ലാവരും അങ്ങനെ തള്ളണ്ട അല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഇലക്ഷൻ തുടക്കകാലത്തുള്ള എല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. അവസാനത്തിപ്പോൾ LDF UDF തന്നെയാണ് രാഷ്ട്രീയപരമായി ഒരു മൊത്തം മത്സരത്തിൽ വന്നത്. അതിൽ LDF വിജയിക്കും. അത് നേരത്തെ തന്നെ ഇതേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 2020 സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അതൊന്നും വിഷയമല്ല. ഇവിടെ LDF UDF തമ്മിലാണ് അവസാന വട്ടത്തിൽ പൊളിറ്റിക്കലായിട്ട് കയറി വന്ന ഉടനെ ലാസ്റ്റ് മത്സരം വന്നിട്ടുള്ളത്. അതിൽ LDF വിജയിക്കും, സംശയമില്ല. താങ്ക് യു. അദ്ദേഹത്തിന് നല്ല കടുത്ത ആത്മവിശ്വാസമുണ്ട്. വിജയകുമാർ, പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഒരു ചോദ്യം ചെയ്യും. നമ്മുടെ ഈ ബാഗ് കത്തുന്ന എന്തോന്ന് ചോദിച്ചു. തീയാണോ? നിങ്ങളുടെ ഉള്ളിലും കത്തുന്ന തീയാണ്. അതിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ അവിടെ ഇട്ടിരിക്കുക. നിങ്ങൾക്ക് ബോറടിക്കാൻ നമ്മൾ ആ തീ മാറ്റും. പക്ഷേ തീ കേസുകളാ അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഇന്ത്യയിലെ വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ മനസ്സിൽ തീ ഇങ്ങനെ പടരല്ലേ? അപ്പൊ അതിന്റെ ഒരു അംശം ഇവിടെ കിടക്കട്ടെ. പിന്നെ വേറൊരാളെ ഒരു വലിയൊരു ദേശീയ പ്രാധാന്യമുള്ള കാര്യം ചോദിച്ചു. നമ്മുടെ സ്മിത എവിടെയെന്ന് പുട്ട് കഴിച്ചോണ്ടിരിക്കുന്നു. തോക്കിൽ ഉണ്ട ഫുൾ ഉണ്ടല്ലോ. അയ്യോ, ഉണ്ട കണ്ടുപിടിച്ചത് നമ്മളാ. ഉണ്ടേ ഉള്ളൂ. അപ്പൊ ഉണ്ടയ്ക്കൊന്നും ഒരു കുറവും കാണത്തില്ല. 8 മണിയൊന്നും ആകട്ടെ, പാടപട പൊട്ടി പോവും. നമ്മുടെ പണ്ട് നമ്മുടെ അല്ലേ മേഘക്കീറിന്റെ ഇടയ്ക്കൊക്കെ പോയ ഓണത്തിനിടെ പുട്ട് വെച്ചോളൂ. അപ്പൊ നമുക്കൊരു ടോബിയിലേക്ക് ഒന്ന് പോയാലോ? ടോബിയോടെ നിർത്തിയിരിക്കുക. ഡൽഹി BJP ആസ്ഥാനത്ത് പൂരി ഉണ്ടാക്കുകയും അതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിച്ചു കൊടുത്താലോ? ഒന്നുമില്ല, അത്യാവശ്യം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് വയറ് തരട്ടെ. ഓക്കെ, നല്ല ഒന്നാം തരം പൂരിയാണ്. നല്ല സൂപ്പർ പൂരിയാണ്. ഇളക്കിയിടണ നല്ല കൈ കൊണ്ട് എണ്ണ എടുക്കണ്ണ കഴിച്ച സൂപ്പർ ആയിരിക്കല്ലേ? ഈ ആഷ്മി ആദ്യമായിട്ടാണ് തോന്നുന്നത് പൂരി കാണുന്നത്, എനിക്ക് തോന്നുന്നു. ഓക്കെ ആഷ്മി, വെൽ ഡൺ. ഓക്കെ, നമുക്കിനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. ടോബി, കോട്ടയത്ത് എന്താ സ്ഥിതി? തുടരൂ. SKN, അവിടെ പൂരിയാണെങ്കിൽ ഇവിടെ പോത്തും പിടിയുമാണ്. നമുക്കറിയാവുന്ന പോലെ പിറവടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വാതുവെപ്പ് നടക്കുന്നു. ആദ്യം എണ്ണുന്നതിൽ പിറവത്തെ തിരുവാങ്കുളം അടക്കമുണ്ട്. അപ്പോൾ UDFന് എത്ര വോട്ട് മേളിലോട്ട് പോകും, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കുമെന്നത് അടക്കമുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരും. എന്തായാലും ആ പോത്തും പിടിയും അതുപോലെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പാലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എണ്ണുന്നത് രാമപുരമാണ്. ലഡുവൊക്കെ അവിടെ തയ്യാറായിട്ടിരിപ്പുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് കണ്ടറിയണം. അപ്പം രാമപുരം, അതുപോലെ തന്നെ തിരുവാങ്കുളം, അതുപോലെ അയർക്കുന്നം, ഇങ്ങനെയുള്ള UDF കേന്ദ്രങ്ങൾ ആദ്യമേ എണ്ണുമ്പോൾ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF വലിയ പ്രതീക്ഷയിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം തന്നെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് LDF അനുകൂലമാകും. പ്രത്യേകിച്ചും 75% ഉണ്ടായിരുന്ന ആ ഒരു പോളിംഗ് പെർസെന്റേജ് ഇത്തവണ 66% കുറഞ്ഞു. അതായത് 10%-ഓളം കുറവ് വന്നിട്ടുണ്ട് ആ ഒരു പോളിംഗ് പെർസെന്റേജിൽ. വൈക്കത്തെന്നാൽ ഭൂരിപക്ഷം ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. അതാണ് LDFന്റെ ഒരു പ്രതീക്ഷ. എന്നിരുന്നാൽ പോലും BDJS കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ
എത്ര വോട്ട് പിടിക്കും? കഴിഞ്ഞ തവണ PC തോമസ് 17% വോട്ട് പിടിച്ചു. ആ 17%-ത്തിലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ LDF-ന് ഒരു വെല്ലുവിളി ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പോലും വലിയ പ്രതീക്ഷ LDF ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ ആ ഒരു പ്രവർത്തന പരിചയം അല്ലെങ്കിൽ ആ പ്രവർത്തന മികവ്, അതിന് വോട്ട് ജനങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ LDF-ലേക്ക് വന്ന കേരള കോൺഗ്രസിനെ ജനങ്ങൾ പിന്തുണയ്ക്കും. പഞ്ചായത്തുകളിലെല്ലാം മികച്ച വിജയം നേടിയിട്ടുണ്ട്. നിയമസഭയിൽ വിജയം കാഴ്ചവെക്കാൻ LDF-ന് കേരള കോൺഗ്രസ് വന്നതിന് ശേഷം സാധിച്ചു. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ് ഉള്ളത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. മനീഷ് മഹിപാൽ ഉണ്ട് ഇപ്പോൾ. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ മനീഷിനോട് ചോദിക്കാം. KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ മനീഷ് നമ്മളെ സ്ഥിരം പ്രേക്ഷക മിനിമാവ് ചേച്ചി പറയുന്നുണ്ടായിരുന്നു KC വേണുഗോപാൽ ചോദിച്ച 3 പേർക്കും ബിരിയാണി വാങ്ങിച്ചു വരുമെന്ന്. ആണോ? ബിരിയാണിക്കൊന്നും നമുക്ക് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. മനീഷ് മഹിപാൽ എന്തെങ്കിലും പറയാനുണ്ടോ മനീഷിനോട്? സാധാരണ മനീഷ് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് എപ്പോഴും നടക്കാറ്. കൂളിംഗ് ഗ്ലാസ് രാവിലെ ഉണ്ടോ എന്ന് എനിക്ക് ഒന്നറിയാൻ ആഗ്രഹമുണ്ട്. കൂളിംഗ് ഗ്ലാസ്. ഓക്കെ മനീഷ്, ഗുഡ് മോർണിംഗ്. നേരം പരമ്പര വെളുക്കുമ്പോഴേ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? വെച്ചിട്ടില്ല. ഓക്കെ. സാർ, ഇത് കൂളിംഗ് ഗ്ലാസ് അല്ല, ഇത് ഡേ ആൻഡ് നൈറ്റ് ഗ്ലാസ് ആണ്. ഇത് വെയിൽ വന്നാൽ ഇത് കൂളിംഗ് ഗ്ലാസ് പോലെ തോന്നും. അതാണ് സാധാരണ ഒരു ഗ്ലാസ് ആണ്. 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഗ്ലാസ് ആണ്. സാർ, എന്തായാലും ഞാൻ രാവിലെ ഇവിടെ എത്തി. ഈ സ്ട്രോങ് റൂമിൻ്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ സ്ട്രോങ് റൂം തുറന്നു. ഇവിടെ 3 മുന്നണിയിലെ ആളുകളുമായി സംസാരിച്ചു. അവസാന ലാപ്പിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശോഭ തന്നെയാണ്. ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. അതായത് ശോഭാ സുരേന്ദ്രൻ ആരുടെ വോട്ട് പിടിക്കുന്നു, എത്ര വോട്ട് പിടിക്കുന്നു എന്നതാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്ന സമയത്താണ് ഇവിടെ മാറി മറിയുന്ന കണക്കുകൂട്ടലുകൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണികളും, പ്രത്യേകിച്ചും LDF-ഉം UDF-ഉം അവരുടെ കണക്കുകൾ കൂട്ടുമ്പോൾ മനസ്സിലാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലായിരിക്കും അത് മാറുക എന്നുള്ളത്. അതായത് LDF-ൻ്റെ ഒരു പ്രതീക്ഷ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. ഒപ്പം തന്നെ KC വേണുഗോപാൽ ജയിക്കുക 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും. അതായത് UDF-ൻ്റെ കണക്കൂട്ടിൽ അങ്ങനെയാണ്. ഒരു 3 ലക്ഷം വോട്ട് പിടിക്കും ശോഭാ സുരേന്ദ്രൻ, 3 ലക്ഷത്തിൽ പരം വോട്ട് പിടിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ NDA ക്യാമ്പിനുണ്ട്. ആ തരത്തിൽ വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ ജാതി സമവാക്യങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും ധീവര വോട്ടുകൾ, ലത്തീൻ വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ, ഇതൊക്കെ തന്നെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും 50% മുകളിലുള്ള ഈഴവ വോട്ടുകൾ അത് ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ ഭിന്നിക്കപ്പെട്ടോ. ഒപ്പം തന്നെ കൃത്യമായി ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ചില വോട്ടുകളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ ഭിന്നിക്കപ്പെട്ടോ. കരുനാഗപ്പള്ളി, ചേർത്തല, ഒപ്പം തന്നെ കായംകുളം, 3 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടർമാരുള്ള മണ്ഡലം. ഈ 3 മണ്ഡലങ്ങളും തുണച്ചതാണ് കഴിഞ്ഞ തവണ ആരിഫിന് ഏറ്റവും വലിയ ബലമായ ആരിഫിന് ജയിക്കാൻ കാരണമായത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥി ഷാനിമുൽ ഉസ്മാനായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ കായംകുളത്തും ചേർത്തലയിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ കിട്ടിയ വോട്ടാണ് ആരിഫിന് തുടയായി മാറിയത്. ആ വോട്ടുകൾ കൊണ്ടാണ് ആരിഫ് 10,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 1,87,000 വോട്ട് പിടിച്ചത് അതിനു മുൻപ് BJPക്ക് ഉണ്ടായിരുന്ന 50,000-ൽ താഴെ വോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ കുറേ ഫാക്ടർ ഉള്ളതുകൊണ്ട് അത് KC വേണുഗോപാലിൻ്റെ വോട്ടുകൾ ഏത് മേഖലയിൽ നിന്ന് പിടിക്കും. പ്രത്യേകിച്ചും തീരദേശ മേഖല കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. കായംകുളം നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി 6 മണ്ഡലങ്ങളിലും തീരദേശ മേഖലയുണ്ട്. ഇവിടെയുള്ള ധീവര ലത്തീൻ വോട്ടുകൾ ഏറെ നിർണായകമാണ്. ഏകദേശം 15% ഉണ്ട് ഈ വോട്ടുകൾ. ഒപ്പം തന്നെ 15% മുസ്ലിം വോട്ടുകളുമുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ 50%-ന് മുകളിലുള്ള ഈഴവ വോട്ടുകൾ, ഈ വോട്ടുകൾ കൃത്യമായി എങ്ങോട്ടേക്ക് എത്തും. ഒപ്പം തന്നെ സ്ത്രീ വോട്ടുകളെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടോ മുതലായ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണെങ്കിലും കനലൊരു തരി എന്ന രീതിയിൽ ആരിഫിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് KC വേണുഗോപാൽ ജയിക്കുമെന്നുള്ളൊരു പല സൂചനയാണ്. ഒപ്പം തന്നെ പക്ഷേ എങ്കിൽ കൂടി കേന്ദ്ര ഏജൻസികൾ ഒന്നായിട്ടുള്ള ഒരു ഏജൻസി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളൊരു ഒരു ഫല പ്രഖ്യാപനം എക്സിറ്റ് പോൾ കൂടി നൽകിയിട്ടുണ്ട്. അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 9 മണിയോടുകൂടി തന്നെ ആദ്യ ഫല സൂചന നമുക്ക് വ്യക്തമാകും. SK, നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്താ പറയുക, എല്ലാ തവണയും സംഭവിക്കുന്ന പോലെ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലിരുന്ന് ആളുകളെല്ലാം പണി ഉപയോഗിച്ച് എൻ്റെ മുന്നിലിരുന്നു. അപ്പോൾ ബീന ഡേവിസ് പറയാ, SK നിങ്ങളുടെ ഈ കലവല കാരണം എൻ്റെ കുക്കർ എത്ര വിസിലടിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. കടല വേവ് കൂടിയാൽ 24 സമാധാനം പറയണം.
ഒരു കുക്കർ വാങ്ങിച്ച് ഞങ്ങൾ ചേച്ചിക്ക് തരും അല്ലേ? ഒന്നല്ല 5 കുക്കർ കൊടുക്കാൻ പറ്റുന്നേ കൊടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ആഷ്മി ഉണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ കടലെടുത്ത് കൊടുക്കുന്ന മനുഷ്യന്ന് തോന്നുന്നു അല്ലേ? ഈ ഹൃദയം കൊണ്ട് പ്രേക്ഷകരെ അങ്ങ് പ്രണയിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. എന്താ ചെയ്യാ, സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു മനസ്സ്. പക്ഷേ എല്ലാരും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് റിസൾട്ട് പറയുമെന്ന് പറയാം. ചേട്ടാ 8 മണിക്ക് തുറക്കണ്ടേ ചേട്ടാ? നമ്മള് നേരത്തെ പടം കാണിച്ചില്ല, എനിക്ക് ഇടിച്ചു കയറി തുറക്കാൻ പറ്റുമോ? ഈ ഏറ്റവും പ്രത്യേകിച്ച് ആള് നമ്മൾ കാണേണ്ടത്, കേരളത്തിലെ എല്ലാ ആൾക്കാരും 24 സ്ക്രീനിൽ ഓപ്പൺ ചെയ്തു തുടങ്ങി. ഞങ്ങൾക്ക് യൂട്യൂബ് കാണുന്ന തന്നെ അറിയാം. യൂട്യൂബിൽ തന്നെ ഏതാണ്ട് അല്ലേ 67,000 ആൾക്കാർ ഇപ്പൊ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 8 മണി ആകാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു വരവുണ്ട്, ഒരു 1.5 വരവ്. ഇപ്പൊ സമയം പറഞ്ഞില്ലേ, 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് 42 സെക്കൻഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ കേരളത്തിൽ നിന്ന് കാണുന്നു, കേരളത്തിലെ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണുന്നു, അതിനുമപ്പുറം ഇന്ത്യക്ക് പുറത്തിരുന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികൾ യഥാർത്ഥത്തിൽ അവരുടെ സമയമൊക്കെ ചിലയിടത്തൊക്കെ നട്ടബാധിരയാണ്. ആ സമയത്ത് ഇരുന്നവര് അല്ലേ, ചിലരൊക്കെ ഒരു പൈൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുക മനസ്സിലായി. അപ്പൊ എനിക്ക് ആരില്ലേ, നിങ്ങള് സെലിബ്രേറ്റ് ചെയ്യൂ, എൻജോയ് ചെയ്യൂ. നമ്മുടെ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ചെയ്യുന്നു 24-നൊപ്പം. ഓക്കെ, ഹായ് പന്ന്യൻ സഖാവേ, നമസ്കാരം. നമ്മൾ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിച്ചു. ഇന്ന് വോട്ടെണ്ണലാണ്. ഇപ്പോൾ വോട്ടെണ്ണുന്ന 8 മണി മുതൽ വോട്ടെണ്ണ, നമുക്ക് പ്രതീക്ഷ വെക്കണമല്ലോ. വോട്ടെണ്ണിയ റിസൾട്ട് വരുമല്ലോ. ഇനി അതിനു മുമ്പ് ഒരു ഊഹം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ആ ജയത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇനി എന്താണെന്ന് നമുക്ക് കാണാം. ജനങ്ങളിലെ വോട്ട് ചെയ്തിരിക്കുന്നത് മത്സരിക്കുന്നത് വെറുതെയാണോ? ആരെങ്കിലും തോക്കാൻ വേണ്ടി മത്സരിക്കുമോ? ഞങ്ങൾ നന്നായി മത്സരിച്ച് കടുത്ത മത്സരമായിരുന്നു. ആ മത്സരം റിസൾട്ട് എന്ന് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് കാണാം. അതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആശങ്ക ഉണ്ടാവുകയോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാവും. അതിനൊന്നും നമുക്ക് ബേജാറേണ്ട കാര്യമില്ല. നമുക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട്. ജനങ്ങൾ വോട്ട് നമുക്ക് അറിയാം. അത് മണിക്കൂറുകൾ കൊണ്ട് അറിയാവുന്ന നമുക്ക് കാണാം. വിജയകുമാർ, ആഷ്മി, അപ്പോ 8 മണിയാകാൻ ഇനി കുറെ സമയം കൂടിയുണ്ട് അല്ലേ? ആളുകളുടെ നെഞ്ചിടിപ്പ് കൂടുന്നു, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ. പ്രത്യേകിച്ച് ഈ പതിവില്ലാത്ത വിധം യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോൾ വന്നിട്ട് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഒരു മുന്നണി പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ എത്തി, മാത്രമല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. മറ്റേ മുന്നണി പറയുന്നു ഈ എക്സിറ്റ് പോൾ ഒരു കഥയില്ലാത്ത സാധനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം, അതായത് ഈ വിധി ദിനം, ഈ വോട്ടെണ്ണൽ ദിനത്തിൽ അടിച്ച് കയറും അധികാരത്തിലേക്കെന്ന് അവർ പറയുന്നു. നമ്മൾ രണ്ട് കൂട്ടരുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ നിഷ്പക്ഷമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പല സൂചന വരാൻ 8:30 വിജയകുമാർ, 8:15. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഊർജ്ജം കളയരുതെന്ന്. ഊർജ്ജം കളഞ്ഞു കഴിഞ്ഞാൽ 8:15 എങ്ങനെ പൊളിക്കും? പ്രശ്നമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ചാലക്കുടിയിലേക്ക് പോയല്ലോ. അവിടെ അശ്വിൻ പാലാഴി ഉണ്ട്. പാലാഴി കടഞ്ഞെടുത്തൊരു അഴകാണ് ഞാൻ. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. പാലാഴി ഹാഷ്മി, വിജയകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ചാലക്കുടിയിലെല്ലാം സെറ്റാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുക. അല്പസമയം മുമ്പ് 2 സ്ഥാനാർത്ഥികളും ബെന്നി ബെഹാനും ഒപ്പം LDFന്റെ പ്രൊഫസർ C രവീന്ദ്രനാഥും ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി. അവരുടെ പോളിംഗ് ഏജന്റുമാരെ, കൗണ്ടിംഗ് ഏജന്റുമാരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്തായാലും ഏറെക്കുറെ എല്ലാം സെറ്റാണ്. 11,403 പോസ്റ്റൽ വോട്ടുകളാണ് ചാലക്കുടിയിലുള്ളത്. ഒപ്പം 1,198 ബാലറ്റ് പെട്ടികളിലൂടെയാണ് ഈ എണ്ണൽ നടക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷ ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. കാരണം ആര് വിജയിക്കുമെന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം അവസാന നിമിഷമായപ്പോൾ ചാലക്കുടിയിൽ വന്നു. UDFന്റെ ഒരു ഉറച്ച കോട്ട എന്ന് പറയുമ്പോഴും പ്രൊഫസർ C രവീന്ദ്രനാഥിലൂടെ ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസം LDFനുണ്ട്. ഒപ്പം 2020 വലിയൊരു നിർണായക ഘടകമാണ്. 2017 മുതൽ ഇവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.